എത്തിയിരിക്കുന്നു, കുന്നത്തൂർ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഓരോ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി. അത്തരത്തിൽ പ്രചരണം ഇങ്ങനെ കൊഴുപ്പിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോവുകയാണ്, NDA മുന്നണി മുന്നോട്ട് പോവുകയാണ്. വലിയൊരു മാറ്റം തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വികസന മുരടിപ്പിനെ മാറ്റിയെടുക്കാൻ NDA വിജയിക്കണമെന്നുള്ളതാണ് BJP സ്ഥാനാർത്ഥികളും NDAയുടെ സ്ഥാനാർത്ഥികളടക്കം ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. കേന്ദ്ര പദ്ധതികളടക്കം നടപ്പിലാക്കാൻ ഇവിടെ NDA വിജയിക്കണം. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ NDA വിജയിക്കണമെന്നുള്ളത് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. ശരി മനോജ്. ഇപ്പോൾ കുന്നത്തൂർ മണ്ഡലത്തിൽ ഖുഷ്ബുവിന്റെ നേതൃത്വത്തിലുള്ള NDA റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷി ജനാർദ്ദൻ BJPയുടെ ദേശീയ നിർവാഹക മറ്റു വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് LDFന് കൈകൊടുത്ത SDPI. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമായതുകൊണ്ടാണ് നേമത്ത് LDFനെ പിന്തുണയ്ക്കുന്നതെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി. വെൽഫെയർ പാർട്ടിയും നേമത്ത് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വിവരങ്ങൾ. ഇപ്പോൾ നേമത്ത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി LDF SDPIയുമായി ഒരു കൈ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അനഘ നൽകും. അനഘ, ഇപ്പോൾ MK ഫൈസി തന്നെ നേരിട്ട് എത്തി പറഞ്ഞിരിക്കുകയാണ് SDPIയുടെ പിന്തുണ LDFനാണെന്നുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ LDFന് കൈ കൊടുത്ത SDPI. BJPക്ക് വളരെ വിജയസാധ്യതയുള്ള മണ്ഡലമാണ് നേമം. അനഘ ചേരുന്നുണ്ട്. അനഘ, വിവരങ്ങൾ. നേമത്ത് ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് SDPI രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ SDPI ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികളെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPക്ക് വിജയസാധ്യതയുള്ള നേമത്ത് ഈ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടിയെ തങ്ങൾ പിന്തുണയ്ക്കും എന്ന് പരസ്യമായി SDPI വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന മത അതിതീവ്ര ആശയങ്ങളുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയും ഈ നേമത്ത് ഈ ഇടതു മുന്നണിക്ക്, അതായത് LDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ BJPക്ക് വിജയസാധ്യതയുള്ള നേമത്ത് ഇടത് വലത് മുന്നണികൾ ഈ വർഗീയ ശക്തികൾക്ക് വോട്ട് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയാണ്. അല്പം മുമ്പ് ഈ കോഴിക്കോട് ജില്ലയിൽ MA ബേബി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ ഇതേ ചോദ്യം ചോദിച്ചതാണ്. തിരുവനന്തപുരത്ത് SDPIയുടെ പിന്തുണ, നേമത്ത് SDPIയുടെ പിന്തുണ ഈ ശിവൻകുട്ടിക്കുണ്ടല്ലോ എന്ന ചോദ്യം ചോദിച്ച സമയത്ത് അതിന് മറുപടി പറയാതെ അതിന് തങ്ങൾ എന്ത് ചെയ്യാനാ എന്നൊരൊറ്റ വാക്കിൽ മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് MA ബേബി അടക്കമുള്ള ഇടതു മുന്നണിയുടെ മുതിർന്ന നേതാക്കൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അത് പരസ്യമായി SDPI പോലുള്ള മത തീവ്ര ശക്തികളുടെ വോട്ട് തേടി ഞങ്ങൾക്ക് അധികാരം പിടിക്കണ്ട, അല്ലെങ്കിൽ അധികാരം വേണ്ട എന്ന് പറയാൻ ഇതുവരെ LDFിലെ ഒരു നേതാക്കളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും BJPക്ക് വിജയസാധ്യതയുള്ള ഇത്തരത്തിൽ നേമം പോലുള്ള സ്ഥലങ്ങളിൽ SDPI പോലുള്ള വെൽഫെയർ പാർട്ടി പോലുള്ള അതിതീവ്ര മതമൗലിക സംഘടനകൾ ഇടതു വലത് മുന്നണികൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതൊരു പരസ്യമായ ഇവർ തമ്മിലുള്ള ഇടതു വലത് മുന്നണികളും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളും തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായി തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മറനീക്കി പുറത്തു വരികയാണ്. പരസ്യമായി SDPI തന്നെ തങ്ങൾ നേമത്ത് ഇത്തരത്തിൽ ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അനഘ, ഇത്തരമൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മണ്ഡലത്തിലെ നിഷ്പക്ഷ വോട്ടർമാരെ അവരെ എങ്ങനെയാണ് ബാധിക്കാനാണ് സാധ്യത?
കൃത്യമായി തന്നെ ഈ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തെ വെച്ച് കൃത്യമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മൂല്യബോധമുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ നിലപാടുകൾ എല്ലാ കാലത്തും ഈ കേരള ജനത തള്ളിക്കളഞ്ഞിട്ടുണ്ട്. SDPI അതേപോലെ വെൽഫെയർ പാർട്ടിയെ മാറ്റി നിർത്തുന്ന നിലപാടിലേക്ക് പൊതുസമൂഹം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിലുള്ള മതമൗലികവാദ സംഘടനകളുമായി കൈകോർക്കുന്നതിൽ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള ഒരു വലിയ സമൂഹത്തിന് വലിയ എതിർപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നതാണ്. അത് മതരാഷ്ട്രവാദികളാണ്, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം ഇവ മൂന്നും സമൂഹത്തെ ബാധിച്ച രോഗമാണ് എന്ന് പരസ്യമായി എഴുതപ്പെട്ട ഒരു ലേഖനം അല്ലെങ്കിൽ എഴുതപ്പെട്ട മുഖമുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ വോട്ടാണ് UDF നേടുന്നതെങ്കിൽ അതേപോലെ തന്നെ അതിതീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആ നിലപാടുമായി മുന്നോട്ട് പോകുന്ന മതമൗലികവാദ സംഘടനയാണ് SDPI. ഈ SDPI ആണ് ഇവിടെ LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ 11 ജില്ലകളിലാണ് SDPI മത്സരിക്കുന്നത്. SDPI മത്സരിക്കാത്ത 100ഓളം ഇടങ്ങളിൽ ഇത്തരത്തിൽ LDFനെ പിന്തുണയ്ക്കും, അതിനുശേഷം പിന്നീട് UDFനെയും പിന്തുണയ്ക്കും എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികൾക്ക് ഇവരുടെ പിന്തുണ വേണ്ടെന്ന് പറയാനുള്ളൊരു ആർജവം ഇവർ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പൊതുസമൂഹം ഇത് കൃത്യമായി മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ തള്ളിക്കളയും എന്നുള്ളതാണ്. കാരണം ജനാധിപത്യ മൂല്യം ഉയർത്തിക്കാണിക്കുന്ന മൂല്യബോധമുള്ള BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വരണമെന്നാണ് കേരള സമൂഹം ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകൾ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കലിൽ നിന്നാണ് ഇത്തരത്തിൽ പരസ്യമായി പിന്തുണയും മറ്റുമൊക്കെയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ രംഗത്ത് വരുന്നത്. ശരിയാണക. അതേസമയം SDPIയുമായുള്ള കൂട്ടുകെട്ടിനെ വിമർശിച്ച് PS ശ്രീധരൻപിള്ള 4 വോട്ട് കിട്ടുമെങ്കിൽ ആത്മാഭിമാനം പണയം വെക്കുന്നവരാണ് CPMും കോൺഗ്രസും. മാറ്റി നിർത്തുന്ന സംഘടനയായ SDPIയാണ് CPM തോളിലേറ്റുന്നതെന്നും ദൗർഭാഗ്യകരമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. നിലപാട് മാറ്റത്തിൻ്റെ അല്ല, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം ചേർന്ന് നടത്തിയ ഒരു വലിയ സമ്മേളനം ഉണ്ടായിരുന്നു തീവ്രവാദത്തിനെതിരായിട്ട്. അതിൽ മാറ്റി നിർത്തിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഇവരും. അവരെ വിളിച്ചില്ല മറ്റും മുസ്ലിം സംഘടനകൾ, അന്നത് മാറ്റി നിർത്തിയവരാണ്. ആ കുറ്റം ചെയ്തവരെയാണ് ഇപ്പോൾ തോളിലേറ്റിക്കൊണ്ട് 2 കൂട്ടരും നടക്കുന്നത്. ഇത് വളരെ ജനവിരുദ്ധമാണ്. കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിനും സഹകരിച്ചുള്ള പൊതുജീവിതത്തിനും വലിയ ഭീഷണിയാണ് ഈ 2 മുന്നണികൾ ഉയർത്തുന്നത്.